അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇനി മുസ്തഫയുടെ അള്ളാഹു കാരുണ്യവാനാണ്. കാരുണ്യവാനായ അള്ളാഹു തനിക്ക് വേണ്ടി മൃഗങ്ങളെ ബലി നൽകണമെന്ന് പറയുമോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ ചോദിച്ചിരുന്നു. മനുഷ്യന് തിന്നാൻ വേണ്ടി ഇതിനൊക്കെ അറുക്കാമെന്ന് മുസ്തഫി പറയുന്നുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രശ്നമല്ലേ എന്ന് ചോദിച്ചിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കാനുള്ളത്, ഖുർആന് വേട്ടയാടുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ ഖുർആൻ ഇഹ്റാമിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ ഇത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് ചെയ്യാം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുള്ളത്, ഇവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവിടെ പോയി? മുസ്തഫ പറയുന്ന രീതിയിലാണ് അള്ളാഹിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കേണ്ടതെങ്കിൽ ഇവിടെ ഈ വേട്ടയാടപ്പെടുന്ന വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ ഇതിനൊന്നും ഈ കാരുണ്യം ആവശ്യമല്ലേ? ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പാടില്ല, അല്ലാത്തപ്പോൾ ചെയ്യാം. വൈദാ ഹലൽത്തും ഫസ്താദു, നിങ്ങൾ ഹജ്ജിൽ നിന്ന് അല്ലെങ്കിൽ ഉംറയിൽ നിന്ന് തഹല്ലുലായാൽ, അതിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേട്ടയാടാം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ കാരുണ്യം വേണ്ടതില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അത് വ്യക്തമാക്കേണ്ടത് മുസ്തഫയാണ്. ഇനി ഉഹില്ല ലക്കും സൈദുൽ ബഹരി വ തആമുഹു മതഅൻ ലക്കും, സമുദ്രത്തിലെ ജീവികളെ നിങ്ങൾക്ക് വേട്ടയാടാം, അത് നിങ്ങൾക്ക് ഭക്ഷണമാണ്, മറ്റ് യാത്രക്കാർക്കുമൊക്കെ ഭക്ഷണമാണ്. എന്നാൽ വഹുരിമ അലൈക്കും സൈദുൽ ബർരി മാ ദുംതും ഹുറുമ, നിങ്ങൾ ഇഹ്റാമിലുള്ളപ്പോൾ നിങ്ങൾക്ക് കരമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല അറിയുണ്ട്. അപ്പോൾ ഇഹ്റാമിലുള്ളപ്പോൾ കരമൃഗങ്ങളോട് ദയ ആവാം, കാരുണ്യമാവാം, കടൽ ജീവികളോട് കാരുണ്യം പാടില്ല എന്നതാണോ അള്ളാഹിൻ്റെ തീരുമാനം? അതും അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഈ അള്ളാഹിൻ്റെ റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്ന ഈ ഗുണം അത് ഏതോ ചില മേഖലകളിൽ ചില ഘട്ടങ്ങളിൽ മാത്രം മതി, മറ്റ് ഘട്ടങ്ങളിലൊന്നും വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയണം. ഇതെടുത്ത് വെച്ചുകൊണ്ടാണോ അദ്ദേഹം ഈ ബലിയെ നിരാകരിക്കുന്നത്, എതിർക്കണതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. മാത്രമല്ല, ഈ വലിയ ഈ വേട്ടയാടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് മാഇദയുടെ അവസാനത്തിൽ ഖുർആൻ പറയുന്നത് എന്താണ്? ലയബ്ലുവന്നക്കുമുല്ലാഹു ബിസൈദിൻ ബിശൈഇൻ ലയബ്ലുവന്നക്കുമുല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നക്കുമുല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ വേട്ട മൃഗങ്ങളിലൂടെ പരീക്ഷിക്കും. തനാലുഹു ഐദീക്കും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾക്കും കുന്തങ്ങൾക്കുമൊക്കെ എത്തിപ്പിടിക്കാവുന്ന അത്രയും അകലത്തിലുള്ള മൃഗങ്ങളിലൂടെയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടുടനുള്ള ആയത്തിൽ പിന്നെയും ഇതേ കാര്യം എടുത്തു പറയുന്നുണ്ട്. നിങ്ങളൊരിക്കലും ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല. ഇനി അഥവാ അബദ്ധവശാൽ ഒരാളങ്ങനെ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? അതും തുടർന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു പോയാൽ നീതിമാന്മാരായിട്ടുള്ള രണ്ടാളുകൾ തീരുമാനിക്കണം ഇതിന് എന്താണ് പ്രായശ്ചിത്തം നൽകേണ്ടത്. ഒന്നുകിൽ അയാൾ വേട്ടയാടി കൊന്നിട്ടുള്ള മൃഗത്തിന് സമാനമായ മനുഷ്യൻ പോറ്റി വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള മൃഗങ്ങളെ കൊടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ സംഖ്യ കണക്കാക്കിയിട്ട്, എത്രയാണോ അതിന് സംഖ്യ കിട്ടുക അത് കണക്കാക്കിയിട്ട് മിസ്കീൻ അഗതികൾക്ക് ഭക്ഷണം നൽകണം. അതിനും സാധ്യമല്ലെങ്കിൽ പകരം നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വേട്ടയാടി കൊല്ലപ്പെട്ടിട്ടുള്ള മൃഗത്തിന് പകരം ഈ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് പകരമായിട്ട് മൃഗത്തെ കൊടുക്കണം എന്ന് പറഞ്ഞത് കഅബൻ്റെ അടുത്തുണ്ടായിട്ട് ഇതിനെ കെട്ടിയിട്ട് പോറ്റാനാണോ അതോ അതിനെ ബലി നൽകാനാണോ? എന്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്? ഹദിയം ബാലികൾ കഅബത്തി എന്നാണ് ഖുർആൻ്റെ പ്രയോഗം. ഹദിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഫ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ഹദിയ് എന്ന് പറഞ്ഞാൽ ദാനമെന്നാണോ അതോ ബലി എന്നാണോ? അതും അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഹദിയം ബാലികൾ കഅബത്തി ഔ കഫാറത്തുൻ തആമു മസാക്കീൻ ഔ അദ്ലു ദാലിക സിയാമൻ ലിയദൂഖ വബാല അംരിഹിന.
അവിടെ ഹദിയം ബാലികൾ കഅബത്തി, കഅബയുടെ അടുത്തെത്തുന്ന ഹദി ബലിമൃഗം. ഈ ബലിമൃഗത്തെ എന്തിനാണ് അവിടെ കൊണ്ടുപോകണത്? ബലി ഇറക്കാനാണോ? അതിനവിടെ പുല്ലും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് സംരക്ഷിച്ച് വളർത്താനാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിനെ വളർത്തുക? അതിനെ വളർത്തുന്ന ഒരാളെയും മുസ്തഫ നിർദ്ദേശിച്ചാൽ നമുക്ക് അയാളങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. ഇനി ഹദി എന്ന് പറയുന്ന ഈ പ്രയോഗം തന്നെ ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് അദ്ദേഹം അതിനർത്ഥം പറയാം? അതും അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിമുൽ ഹജ്ജ വൽ ഉംറ എന്ന് സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട്. അതിമുൽ ഹജ്ജ വൽ ഉംറത്ത, നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്ന് പറഞ്ഞിട്ട് വാത്തിമുൽ ഹജ്ജ വൽ ഉംറത്ത എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇത് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അവിടെ വൈൻ ഉഹ്സിർത്തും, നിങ്ങൾ ഉപരോധിക്കപ്പെട്ടു, അങ്ങോട്ട് പോകാൻ പറ്റാത്ത നിലക്ക് വഴിയിൽ തടസ്സമുണ്ടായി, ആരോ നിങ്ങൾ ഉപരോധിച്ചുകൊണ്ട് പോകാൻ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെയുള്ള ഹുദൈബിയയിൽ സംഭവിച്ചിട്ടുള്ളത്. വൈൻ ഉഹ്സിർത്തും എങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, സാധ്യമായിട്ടുള്ള ഹദി. അവിടെ ഹദി പറഞ്ഞാൽ എന്താണ്? ദാനം നൽകുക എന്നാണ്, സദക്ക നൽകുക എന്നാണോ മുസ്തഫ മനസ്സിലാക്കി? അതോ ബലി നൽകാമെന്നോ? അതുപോലെ ഫമൻ തമത്ത ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. തുടർന്ന് അതേ ആയത്തിൽ തന്നെ പറയുന്നത്, ഇനി ഒരാൾ ഉംറ നിർവഹിച്ച് തൽക്കാലം പിന്നെ സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തി പിന്നീടാണ് അയാൾ ഹജ്ജിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഫമൻ തമത്ത ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. അവിടെയും പറയുന്നത് സാധ്യമായിട്ടുള്ള ഹദി എന്ന് തന്നെയാണ്. അവിടെയും ബലി എന്നാണോ അതോ ദാനം നൽകുക എന്നാണോ പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയണം. ഇനി അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഒമൻ തമത്ത ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഒമസ്തൈസറ മിനൽ ഹദി ഒമൻ ലം യജിദ്. ഇനി അങ്ങനെ ഹദി കിട്ടിയില്ലെങ്കിൽ, ബലിമൃഗത്തെ കിട്ടിയില്ലെങ്കിൽ, പല കാരണങ്ങളുണ്ടാകും. ഒന്നെങ്കിൽ ആ ബലിമൃഗത്തെ വാങ്ങാൻ പിന്നെ അവിടെ എവിടെയും കിട്ടാനില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് അതിന് കാശൊപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ സംഭവിക്കാം. ഒമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ്, ഹജ്ജ് കാലത്ത് 3 ദിവസം നോമ്പ് വെൽക്കണം. ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബ്അത്തിൻ ഇദാ റജഅത്തും എന്ന് പറയുന്നുണ്ട്. അവിടെയും ഖുർആൻ്റെ ഒരു പ്രയോഗമുണ്ട്, നുസുഖ്, സദക്ക സിയാമ്, സദക്ക നുസുഖ്. ഇവിടെ സിയാമ് നോമ്പ്, അതുപോലെ തന്നെ സദക്കാറിന ദാനം. ഈ നുസുക്ക് എന്താണ്? അവിടെയും നുസുക്ക് പറഞ്ഞാൽ കേവല ദാനമാണോ? എങ്കിൽ പിന്നെ ഈ സദക്ക എന്ന് പറയുന്ന 2 പദം എന്തിനാണ് ഒന്നിച്ചു കൊണ്ടുവന്നത്? അത് മുസ്തഫ പറയേണ്ട ഒരു സംഗതിയാണ്. അവിടെ നുസുക്ക് എന്ന് പറഞ്ഞാൽ ബലിയാണ്. നുസുക്ക്, മനാസിക്ക്, മൻസക്ക് ഇത് ഖുർആൻ പല അർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പ്രയോഗമാണ് ഇവിടെ നുസുക്ക് എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ അവിടെ നുസുക്ക് സദക്ക രണ്ടും ഒന്നിച്ച് പറയുന്നതിൽ അർത്ഥമില്ലാതെ വരും. അപ്പോൾ തനിക്ക് തോന്നിയത് വിളിച്ചു പറയാം. ഇതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാമിൽ ബലിയില്ല, ബലിയില്ലാന്നുള്ളതിന് തെളിവെന്താണ്? അല്ലെങ്കിൽ യനാലല്ലാഹുഹു ദിമാഉഹ, അതിൻ്റെ മാംസരക്താദികൾ അല്ലാൻ്റെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള അർത്ഥകൽപ്പനകൾ നൽകി, തെറ്റായിട്ട് വ്യാഖ്യാനം നൽകി, എന്നിട്ട് ഇസ്ലാമിൽ നൂറ്റാണ്ടുകളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടേ പിന്നെ അംഗീകരിച്ചു വന്നിട്ടുള്ള ഒരു സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സംഗതിയാണ് ഈ ബലി എന്നുള്ളത്. അത് ഇസ്ലാമിലില്ലാത്തൊരു സംഗതിയാണെന്ന് സർവരാലും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയുമാണ് ഇവിടെ മുസ്തഫ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ ആരും മുസ്തഫൻ്റെ വാദം അംഗീകരിച്ചിട്ടില്ല. മുസ്തഫയെ പോലുള്ള തെറ്റായിട്ടുള്ള വാദഗതികൾ വേറെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അവരെ ഒരിക്കലും മുസ്ലിം സമൂഹത്തിൽ അംഗങ്ങളായിട്ട് മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. ഇതാണ് ഇതിനുള്ള സംഗതി. അപ്പോൾ ഇതിന് മുസ്തഫ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. വെല്ലുവിളി നടത്തിയിട്ടുണ്ടല്ലോ, എനിക്കിതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല, ആരും പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് എന്താണ് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ ഉള്ളതെന്ന് കേൾക്കാൻ നമ്മൾക്ക് കൗതുകമുണ്ട്. അതൊന്ന് അദ്ദേഹം വ്യക്തമാക്കണം എന്നാണ് പറയാനുള്ളത്.